യൂണിവേഴ്സിന്റെ ഒരു 5% കാര്യങ്ങൾ മാത്രമേ സയൻസിന് പോലും അപ്രോച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റിന്റെ ഒരു 95% എന്ന് പറയുന്ന ഡാർക്ക് മാറ്റേഴ്സും ഡാർക്ക് എനർജിയുമാണ്. ഈ ഡാർക്ക് മാറ്റേഴ്സും ഡാർക്ക് എനർജിയെ പറ്റിയും ഇന്ന് വരെ സയൻസിന് കൃത്യമായ ഒരു ബോധം അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിവുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം അളക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് ശാസ്ത്രം കണ്ടുപിടിക്കുകയും മനുഷ്യന് ഇത്തരത്തിലുള്ള നമ്മളുടെ കാഴ്ചയ്ക്കും കേൾവിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് എന്ന് സയൻസ് പറഞ്ഞപ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഭാവി കാലങ്ങളിൽ റേക്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് അതിൽ കൂടുതൽ അറിവ് യുക്തിപരമായി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മുടെ യുക്തി വെച്ചളക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊരു ട്രൂലി എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറയുകയുണ്ടായി നമ്മുടെ വീടുകളെ ബാധിച്ചിരിക്കുന്ന പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്നും അതേപോലെ നമ്മൾക്കാണെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംരക്ഷണം റേക്കിയിൽ നിന്ന് ലഭിക്കുമെന്ന് സർ പറയുകയുണ്ടായി. അപ്പൊ ഇത്രയും ആഴത്തിൽ നമുക്ക് പല കാര്യങ്ങളും റേക്കി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അനന്തമായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൂടിയാണ് റേക്കി. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സയന്റിഫിക്കലി തെളിയിക്കപ്പെടാത്തത്? ഇതൊരു സൂഡോ സയൻസ് ആണോ? എന്താ ഈ ഒരു ഉത്തരം പറയുന്നതിന് മുമ്പ് എന്താണ് സയൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സയൻസ്? നമ്മുടെ ബ്രെയിനിന്റെ യുക്തിപരമായി ചിന്തിക്കുന്ന ആ ഭാഗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് സയൻസ് നൽകുന്നത്. പക്ഷെ സയൻസ് കംപ്ലീറ്റ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഒരു ചെറിയൊരു ഉദാഹരണം, ഇപ്പോൾ എന്നെ മുന്നിൽ ഗായത്രി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറകൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള കുറെ ലൈറ്റ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഇത് മാത്രമാണോ ഈ റൂമിലുള്ളത്? ഒരിക്കലും അല്ല. അല്ല. അപ്പം നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 430 ടെറാഹെർട്സ് മുതൽ 770 ടെറാഹെർട്സിന് ഇടയിൽ വരുന്ന ആ വേവ് ലെങ്ത്തിൽ വരുന്ന വിബ്ജിയോർ ഈ നിറങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് കാണാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന സൗണ്ടുകൾ മാത്രമാണോ സത്യം, അതോ അത് മാത്രമാണോ റിയാലിറ്റി? ഒരിക്കലുമല്ല. കാരണം ആളുകൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി നമ്മൾ ഒരിക്കലും കേൾക്കുന്നില്ല. നമ്മുടെ ഫ്രീക്വൻസി, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ആയിട്ടുള്ള ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെറും 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. ഇത് മുൻപ് സയൻസിന്റെ ഇവല്യൂഷൻസിന് മുമ്പ് ഇതുപോലുള്ള ഇപ്പോൾ അൾട്രാ സൗണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാ സൗണ്ടുകൾ, അതല്ലെങ്കിൽ അൾട്രാ വയലറ്റ് പ്രകാശങ്ങൾ, അല്ലെങ്കിൽ ഗാമ, എക്സ്റേ, ഈ പ്രകാശങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം അളക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് ശാസ്ത്രം കണ്ടുപിടിക്കുകയും മനുഷ്യന് ഇത്തരത്തിലുള്ള നമ്മളുടെ കാഴ്ചയ്ക്കും നമ്മുടെ കേൾവിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് എന്ന് സയൻസ് പറഞ്ഞപ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ നമുക്ക് മുൻപുണ്ടായിരുന്ന പൂർവികർ ഇതിനെല്ലാം കുറിച്ച് അവബോധമുള്ളവരായിരുന്നു. അപ്പൊ സയൻസ് എപ്പോഴും ഇന്നത്തെ കാലത്ത് ഓരോ കാര്യത്തിനും വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിനും കാണുന്നതിനും ഏറ്റവും നല്ല ഒരു മാർഗമാണ് സയൻസ്. സയൻസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പഠനവും സാധ്യമല്ല. പക്ഷേ സയൻസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സയൻസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ സയൻസിന് കണ്ടുപിടിക്കാത്തതും കുറേ അധികം കാര്യങ്ങൾ നമ്മളുടെ ഈ യൂണിവേഴ്സിൽ നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് യൂണിവേഴ്സിന്റെ ഒരു 5% കാര്യങ്ങൾ മാത്രമേ സയൻസിന് പോലും അപ്രോച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റിന്റെ ഒരു 95% എന്ന് പറയുന്ന ഡാർക്ക് മാറ്റേഴ്സും ഡാർക്ക് എനർജിയുമാണ്. ഈ ഡാർക്ക് മാറ്റേഴ്സും ഡാർക്ക് എനർജിയെ പറ്റിയും ഇന്ന് വരെ സയൻസിന് കൃത്യമായ ഒരു ബോധം അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിവുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് കരുതിയാൽ ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഇല്ല എന്നുള്ള അർത്ഥം വരുന്നില്ല. അതേപോലെ തന്നെയാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മുടെ യുക്തി വെച്ചളക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും നമുക്ക് ശാസ്ത്രം വെച്ച് അളക്കാൻ സാധിക്കും. ഇതൊരു ട്രൂലി എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
നമുക്കത് അനുഭവവേദ്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ എക്സ്പീരിയൻസിന്റെ ലെവലുകൾ വ്യത്യാസം വരുന്നത്, നമ്മളൊരു 18 നിലയുള്ള ഒരു കെട്ടിടം നമ്മളുടെ ഒരു സിറ്റിയുടെ നടുക്കുണ്ടെന്ന് ഉദ്ദേശിക്കുക. നിങ്ങൾ അതിന്റെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് മാർഗമില്ല എന്ന് വിചാരിക്കും. വേറൊരു അതിന്റെ ഏറ്റവും ടോപ്പിൽ ഏതെങ്കിലും രീതിയിൽ ചെന്നെത്തിപ്പെട്ടു. അയാൾ കാണുന്ന ആ വ്യൂ, അയാൾ കാണുന്ന റേഡിയസ് വളരെ വിശാലമായിട്ടുള്ള റേഡിയസ് ആയിരിക്കും. ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു 10-1 മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ആൾക്ക് ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കഥ പറയുന്നതായിട്ടേ തോന്നുള്ളൂ. പക്ഷെ സത്യം അവന്റെ കാഴ്ചക്ക് ഇവിടെ പരിമിതി കൂടുതലാണ്. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മുകളിലോട്ട് പോകുമ്പോഴും അതിന്റെ പരിമിതി കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ലെവലിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. ഇത് ഒരിക്കലും ശാസ്ത്രം കൊണ്ട് അളക്കാൻ പറ്റാത്തതിന്റെ ഒരു ഉദാഹരണം കൊണ്ട് നമ്മൾ ബ്രെയിനിന് നമ്മുടെ ബ്രെയിൻ വേവ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഹൃദയത്തിന് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ട്. ഇപ്പൊ ECG കണ്ടുപിടിക്കുന്നത് വെറും 1904-ലോ 3-ലോ മറ്റോ ആണ്. ഇതുവരെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ട് എന്ന് വേറൊരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു? ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ വേവ്സിനെ EEG എന്ന് പറയും. അത് ആ ഒരു ഉപകരണം കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ബ്രെയിനിന് ഇങ്ങനെ ഒരു വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയായിരിക്കും റേക്കി. ഭാവി കാലങ്ങളിൽ റേക്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് അതിൽ കൂടുതൽ അറിവ് യുക്തിപരമായി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. സർ ഇപ്പൊ പല മേഖലകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, പല മേഖലകളും. സാർ എങ്ങനെയാണ് റേക്കി ചൂസ് ചെയ്ത് സാർ ഈ പാത് തെരഞ്ഞെടുത്തതിലേക്ക് ഇത്രയും ഏറെ ഇൻവോൾവ്മെന്റോട് കൂടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റേക്കി സാധാരണ എല്ലാവരും പറയുന്നത് പോലെ എപ്പോഴും റേക്കിയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് റേക്കി തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ അനുഭവത്തിലും എൻ്റെ സ്റ്റുഡൻസിന്റെ അനുഭവത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. തുടക്കകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. റേക്കിയിലോട്ട് ഞാൻ വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല. പഠനം എന്നും എനിക്കൊരു ഹരമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതും സ്പിരിച്വലായിട്ട് ബന്ധപ്പെട്ട എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ റേക്കി പഠിക്കാനായിട്ട് കാരണം. റേക്കി പഠിക്കാൻ വരുമ്പോഴും പൂർണ്ണമായും ഇതിൽ വിശ്വാസമില്ലാതെ ഇതൊരു സ്യൂഡോ സയൻസ് ആണ്, എന്നിട്ടും ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ റേക്കി പഠിക്കുന്നത്. റേക്കി പഠിച്ച ആദ്യത്തെ ലെവലെടുത്ത് കഴിഞ്ഞ് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എൻ്റെ കയ്യിലൂടെ ഒരു ധാരയായി ലൈറ്റ് ഒഴുകുമെന്നും അതല്ലെങ്കിൽ ആ എനർജിയുടെ സാന്നിധ്യം എനിക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്നു, എല്ലാ എക്സ്പെക്റ്റേഷൻസിലൂടെയാണ് ഞാൻ റേക്കിയിലേക്ക് വന്നത്. എനിക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻസിലൂടെ. പക്ഷെ 21 ദിവസത്തെ സാധനയിലും അല്ലെങ്കിൽ ദീക്ഷാ പ്രോഗ്രാമിലും ഒന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള സെൻസേഷൻസോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അനുഭവങ്ങളോ ഇല്ലാത്തതിന്റെ വെളിച്ചത്തിൽ ഞാൻ അതോടുകൂടി റേക്കിയുടെ സാധന അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഒരു 8-9 മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രശ്നം വരികയും വേറൊരാളോടത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് ഞാൻ പഠിച്ച ഈ ഒരു സിസ്റ്റത്തിനെ ഉപയോഗിച്ച് എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ആയിക്കൂടാ എന്നുള്ള ഒരു ചിന്ത മനസ്സിലോട്ട് വരികയാണ് ചെയ്തത്. ആ മനസ്സിലോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായി ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു ഏകദേശം ഒരു 15-16 ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് 100% ഈ പ്രോബ്ലം മാറുകയും ആ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പുള്ളതിനെക്കാട്ടും ആ റിലേഷൻഷിപ്പ് ശക്തമാവുകയാണ് ചെയ്തത്. ആ ഒരു സംഭവമാണ് റേക്കിയിലോട്ട് എന്നെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇതിന് സാധിക്കും എന്ന് മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് എനിക്ക് മുൻപ് ഇത് സാധിക്കാതിരുന്നത്? എൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടാണ്. എൻ്റെ ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇതുകൊണ്ട് പല ആളുകളുടെ നമ്മളുടെ ഹീലിംഗ് ആയിട്ടുള്ള ആ സമയങ്ങളിൽ പല ആളുകളുടെ റിലേഷൻഷിപ്പായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ കാണാൻ സാധിച്ചു. പിന്നെ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ റേക്കി എനർജി യൂസ് ചെയ്തുകൊണ്ടിട്ട് ഫാമിലിയിലുള്ള ഈ ബന്ധങ്ങളെ
അതായത് ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും അങ്ങനെയുള്ള പല ബന്ധങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ റേക്കി എനർജി യൂസ് ചെയ്തുകൊണ്ടിട്ട് നമുക്കത് ശരിയാക്കാൻ സാധിക്കുമെന്നാണ് സാർ പറയുന്നത്. ശരി, വ്യക്തമായും സത്യമായും സാധിക്കുന്ന ഒരു ഇതാണ്. സാധിക്കും. പക്ഷെ ഒരു ദാമ്പത്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ആരിത് മുന്നോട്ടിറങ്ങി ഇത് ക്ലിയർ ചെയ്യാൻ വരുന്നു എന്നതിനെ കൂടി അനുസരിച്ചിരിക്കും. കാരണം ഒരിക്കലും രണ്ടുപേരും ഒരിക്കലും ഒരു മ്യൂച്വലായിട്ട് ഒരിക്കലും ഒരു കൗൺസിലിംഗ് അല്ലല്ലോ, റേക്കി കൗൺസിലിംഗ് അല്ല. ഒരു സാർ ഇപ്പൊ നമുക്ക് പരിചയമുള്ളവര് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കൂ, അവര് തമ്മിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് സാറിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമോ? സാറിനപ്പോ അവരെ അങ്ങനെ ഹീൽ ചെയ്യാൻ സാധിക്കും അവര് പോലും അറിയാതെ? അവർക്ക് അവരുടെ പ്രൈവസി ഇമ്പോർട്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാതെ, അതായത് ഇതൊക്കെ ഫേക്ക് ആണെന്ന് വിചാരിക്കുന്നവരോ, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും വിളിച്ചാൽ അപകർഷതാബോധം കൊണ്ട് വരാതിരിക്കുന്ന പല കപ്പിളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവർ പോലും അറിയാതെ നമുക്ക് റേക്കി ഹീലിംഗിലൂടെ നമുക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ലേ? സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വിശ്വാസം, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഇതൊരു വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇപ്പൊ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഒരു കപ്പിളിൽ ഉണ്ടാവുന്ന ആരെങ്കിലും ഒരാൾക്ക് ഇതിന് മുന്നിട്ട് ഈ ഒരു പ്രശ്നം തീർക്കണം എന്ന് മുന്നിട്ട് ഇറങ്ങി വരുന്ന ആളുകൾ വിശ്വാസത്തോടെ വന്നിരുന്നാൽ മാത്രമേ ഇതിനകത്തൊരു ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടുപേരും വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരാൾ അറിയാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പൊ ഹസ്ബൻഡ് വരാൻ വിളിച്ചിട്ട് കൂട്ടാക്കുന്നില്ല, അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ മാത്രം വില്ലിങ് ആണ്, കാരണം ഈ ജീവിതം എങ്ങനെയെങ്കിലും മുറുകെ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് ഈ റേക്കി ഹീലിങ്ങിന് തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അപ്പോ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളെ മാറ്റി കൊടുക്കാൻ പറ്റുമോ? വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, കുറച്ചും കൂടി വ്യാപ്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ദാമ്പത്യ ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഈ കാരണത്തിന് കാരണഭൂതനായിരിക്കുന്ന ഒന്നുകിൽ ഐദർ വൈഫ് ഓർ ഹസ്ബൻഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ബന്ധുക്കളും ആയിരിക്കാം. ഇതിനെല്ലാത്തിനും നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പ്രശ്നത്തിൽ നമ്മളുടെ മുന്നിലോട്ട് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ അവരുടെ അടുത്ത് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഈ ഒരു പ്രശ്നത്തിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി അവരാണോ നമ്മളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്, അവരാണെങ്കിൽ അവരെ കൃത്യമായി ഹീൽ ചെയ്ത് ഈ പ്രശ്നത്തിനെ മാറ്റാനായിട്ട് സാധിക്കുന്നു. അതല്ല മറ്റൊരാളാണ് കാരണക്കാരനെങ്കിൽ അയാളെ കൃത്യമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പകരം നമ്മളുടെ മുന്നിലോട്ട് ഇതിനു വേണ്ടി വന്നിരിക്കുന്ന അവരുടെ ഈ റെസ്പോൺസ് ചെയ്യുന്ന രീതി മാറ്റാനും അവർക്കൊരു ആന്തരികമായിട്ട് വേറൊരു ചേഞ്ചസ് കൊണ്ടുവന്ന് ഇതിനെ ചെറിയ രീതിയിൽ നമുക്കിതിനെ ആശ്വാസം കൊടുക്കാൻ സാധിക്കും. എപ്പോഴും വിശ്വാസം, നമ്മളുടെ മുന്നിലേക്ക് റേക്കി പഠിക്കാൻ വരുന്ന ഓരോരുത്തരും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു എത്തിയിസ്റ്റിനോ അല്ലെങ്കിൽ ലോജിക്കായിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്ക് വഴങ്ങുന്ന ഒരു രീതിയല്ല റേക്കി എപ്പോഴും വിശ്വാസത്തിലൂടെ മാത്രം വർക്കാവുന്ന ഒരു രീതിയാണ്. ഇത് പറയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. റേക്കിലൂടെ നമ്മൾ ഡിസ്റ്റന്റ് ഹീലിംഗിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ് റേക്കിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളായിട്ടിരിക്കുന്നവരെ ആണെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ ആണെങ്കിലും നമുക്ക് ഡിസ്റ്റന്റ് ഹീലിംഗിലൂടെ നമുക്ക് അവർക്ക് ഒരു ആശ്വാസമേകാൻ സാധിക്കും. എൻ്റെ ഒരു കേട്ടറിവാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഡിസ്റ്റന്റ് ഹീലിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ എനർജി ഹീലിംഗ് ആണ്. എനർജിക്ക് നമ്മളുടെ ടൈം, സ്പേസ് ഇതൊന്നും ബാരിയേഴ്സ് അല്ല. സോ ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് നൽകാതെ ഇതൊരു സാധനയാക്കി കൊണ്ടു നടക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമം. കാരണം നമ്മളിതൊരു ഹീലിംഗ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ കേൾക്കുന്നത് പോലെ മാത്രമാണ് ആ സമയത്തൊരു ആശ്വാസം ഉണ്ടാവുന്നത്. കാരണം നമുക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരു മൂലകാരണം ഉണ്ടാവും. ഈ മൂലകാരണങ്ങൾ മാറ്റാതെയാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാവാൻ സാധിക്കും. പക്ഷെ അത് കൃത്യമായി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ, ദീർഘകാലത്തോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ റേക്കി പഠിച്ചാൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ റേക്കി ഹീലിങ്ങിന് ഇപ്പോൾ ഒരാൾ കൊടുക്കുന്ന പൈസയുടെ അതേപോലെ തന്നെ ഒരു 15 ദിവസം റേക്കി ഹീലിംഗ് കൊടുക്കുന്ന പൈസ മാത്രമേ ഈ ലെവല് ഒരു ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റേക്കി പഠിക്കുക. ആദ്യം നമ്മൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പനി വരുമ്പോൾ ആ പനി മാറാനായിട്ട് കഴിക്കുന്ന പാരസെറ്റാമോൾ പോലെ ഒരിക്കലും റേക്കി എടുത്തുകൂടാ. ഇതിനകത്ത് നമ്മളെ ടൈമും നമ്മളുടെ എഫേർട്ടും നമ്മൾ ഇതിനകത്ത് കൃത്യമായി വിനിയോഗിച്ചിരിക്കും.
അങ്ങനെ വിനിയോഗിക്കാൻ താല്പര്യമുള്ളവരും മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ അവരുടെ വെറുതെ അനാവശ്യമായിട്ട് അവരുടെ സമയവും അവരുടെ പൈസയും കളയലും മാത്രമാണ്. കൃത്യമായി എനിക്ക് എന്തൊക്കെയാണ് പരിവർത്തനങ്ങൾ വരേണ്ടത്, ഇത് എത്രത്തോളം പോസിബിളാണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് കൃത്യമായി അന്വേഷിച്ച് ആരുടെയിൽ നിന്നാണെങ്കിലും ഏത് ഗുരുക്കന്മാരും കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സിസ്റ്റത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സാർ, എല്ലാവർക്കും നല്ല ഗുരുക്കന്മാരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം പല രീതിയിലുള്ള അവയർനെസ്സുകൾ കൊടുത്ത് പല രീതിയിലും നമ്മളെ എന്താ പറയാ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് എത്തപ്പെടുക എന്നുള്ളത് നമുക്കൊരു നിയോഗം പോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെ റേക്കി നമ്മളല്ല തേടി പോകുന്നുണ്ട് അല്ലെ സർ? റേക്കി നമ്മളിലേക്കാണ് വരേണ്ടത്, ശരിയല്ലേ? അത് ശരി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒരിക്കലും ഈ ഒരു റീക്കിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരോടും ഉള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ അവരോടുള്ള റിക്വസ്റ്റ് ആണ്. ഒരിക്കലും ഒരു മാജിക് പ്രതീക്ഷിച്ച്, ഒരിക്കലും ഒരു ക്വിക്ക് ഫിക്സ് ആയിട്ട് ഉള്ള ഒരു സംഭവങ്ങൾ പ്രതീക്ഷിച്ച് റേക്കിയിലോട്ട് വരാതിരിക്കുക. വിശ്വാസത്തോടെ സ്വയം പരിവർത്തനം ചെയ്യാനുള്ള മനോഭാവത്തോടെ ഒരു സാധനാ പദ്ധതിയായിട്ട് അംഗീകരിച്ച് മാത്രം ഇതിലോട്ട് വരിക. നിങ്ങളുടെ ശാരീരികപരമായും മാനസികപരമായും വൈകാരികപരമായും സാമ്പത്തികപരമായും ഈ 4 ലെവൽ, ഈവൻ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിവർത്തനം വന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു നല്ല ഒരു ഉന്നതിയിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് 100% കഴിവുള്ള ഒരു സാധന പദ്ധതിയാണ് റേക്കി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മാജിക് പ്രതീക്ഷിക്കരുത്. അത് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ. നമസ്കാരം. നമസ്കാരം.